എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നല്ല വൃത്തിയെ ഒരു മൂവ്മെൻറ്റ് വരികയും നിഫ്റ്റി ഏകദേശം 22,556 ആ ഭാഗത്ത് വന്ന് ക്ലോസ് ചെയ്യും. ബാങ്ക് നിഫ്റ്റി 48,300 ആ ഭാഗത്തേനാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്യുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ചും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും വലിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ കൂടെ ഒരു ബാലൻസിങ് ഫോർമേഷൻ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നോക്കുവാൻ അതുകൂടാതെ ഇന്നലെ നമ്മുടെ ICICI ബാങ്കിന് റിസൾട്ട് വന്നത് ഒരു നല്ലൊരു ഗുഡ് റിസൾട്ടാണ് ICICI ബാങ്ക് തന്നത്. സോ ആ ഒരു റിസൾട്ട് പ്രകാരവും മാർക്കറ്റ് എങ്ങനെ പോകും നമുക്ക് നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ വച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബാക്കിയുള്ള അനാലിസിസും ഈ വരാൻ പോകുന്ന വീക്കിലി മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഏവർക്കും മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിൻ്റെ ഈ വീക്കിലെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. നമ്മുടെ നിഫ്റ്റി ഏകദേശം നല്ലൊരു അപ്പിൽ ഓപ്പൺ ചെയ്യുകയും അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി വന്ന് ഏകദേശം നമ്മുടെ 22,556 ആ ഒരു 570 ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു. പക്ഷേ രാത്രി അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാരണം അമേരിക്കൻ മാർക്കറ്റ് നല്ലൊരു ബൈയിങ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡൗ ജോൺസിലും എല്ലാവരും നല്ലൊരു ബൈയിങ് ഉണ്ടായിരുന്നു. നാസ്ഡാക്ക് നല്ല വൃത്തിയായി കയറിയത് കാരണം നമ്മുടെ നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റി 638 ആ ഭാഗത്തൊക്കെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഏകദേശം നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗത്തു നിന്നും ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 38 നോക്കുക ഒരു 78-80 പോയിൻറ്റിൻ്റെ മുകളിലാണ് നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ICICI ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വളരെയധികം പോസിറ്റീവാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അടുത്ത HDFC ബാങ്ക് എന്ന രീതിയിൽ ICICI ബാങ്ക് വളരെയധികം മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 4 വർഷത്തിൽ നോക്കുമ്പോൾ ICICI ബാങ്ക് ഈസ് ഫാർ ബെറ്റർ ദാൻ HDFC അല്ലെങ്കിൽ ബാക്കിയുള്ള ബാങ്കുകളെ അപേക്ഷിച്ച് വളരെയധികം നല്ലൊരു രീതിയിലാണ് ICICI ബാങ്ക് മുന്നോട്ട് പോകുന്നത്. ഈ റിസൾട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം ബാങ്ക് നിഫ്റ്റിയിൽ രണ്ടാമനാണ് ICICI ബാങ്ക് എന്ന് പറഞ്ഞപ്പം ഈ പ്രത്യേകിച്ച് നിഫ്റ്റിയിലും ഇവന് വെയിറ്റേജ് ഉള്ളത് കൊണ്ട് നാളെ ഇതിൻ്റെ റിസൾട്ടിനും ഇതിൻ്റെ ഓപ്പണിങ് ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ മന്ത്ലി അനാലിസിസിലേക്ക് ഡെയിലി അനാലിസിസിലേക്ക് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് നിഫ്റ്റിയുടെ വീക്കിലിയും അതിൽ നിന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലിയും ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി കടക്കുകയാണ്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്നലത്തെ ഡെയിലി ചാർട്ട് പ്രകാരം നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് വിത്ത് എ സ്പൈക്ക്. അതായത് നിഫ്റ്റിക്ക് കുറച്ച് സ്പൈക്ക് ഉണ്ടായിരുന്നു, എന്നാൽ പോലും സ്പൈക്ക് അധികം വലിയ സ്പൈക്കല്ല. നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ 22,556 എന്ന് പറഞ്ഞ ആ ഇമ്പോർട്ടൻറ്റ് POCയുടെ ഭാഗത്തിന് മുകളിലാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ന്യൂട്രൽ ക്ലോസ് ആണ്. നമ്മുടെ വീക്കിലി വൈസ് നോക്കുമ്പോൾ അത് ന്യൂട്രൽ രീതിക്കാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് വീക്കിലി സ്ട്രക്ചർ വരുമ്പോൾ. നമ്മൾ ഇന്നലത്തെ ഡെയിലി സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ. അതുപോലെ 22,556 എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ലെവൽ. കാരണം ഞാൻ എല്ലാ ലെവൽസും പറയുന്നത് എല്ലാം ഫ്യൂച്ചറിലാണ്. സ്പോട്ടിൻ്റെ ലെവൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ സ്പോട്ടിൻ്റെ ലെവൽസ് പറയും. ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ ഞാൻ ഫോളോ ചെയ്യുന്നത് ഫ്യൂച്ചറിൻ്റെ ലെവലായതുകൊണ്ട് 22,556 എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂച്ചർ ലെവലിൽ വളരെയധികം സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി നോക്കേണ്ടത് ഇന്നലത്തെ POC ആയ ഇന്നലെ നടന്ന POC ആയ 22,620 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ ഈ 709 എന്ന് പറഞ്ഞ ഈ POCയും അതിനു മുകളിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 785 എന്ന് പറഞ്ഞ ഈ POCയും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓർത്തോളൂ, എന്താണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 710 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് നമുക്ക് വന്ന ഈ 12/4 വന്ന ഈ POC ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ഏരിയ. സോ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു POC, അതായത് നമുക്ക് വന്ന 22,710 എന്ന് പറഞ്ഞാൽ ഈ POC നമ്മളെ സംബന്ധിച്ച് 710 എന്ന് പറഞ്ഞാൽ 12/4 POC വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നലെ ആ ഭാഗത്തു നിന്നാണ് നിഫ്റ്റി റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നോക്കേണ്ടത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണത് ഈ 620 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POCക്ക് മുകളിലാണെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവന് ഏതുവരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ 710 എന്ന് പറഞ്ഞാൽ ഈ POCയും അതിന് മുകളിൽ ഈ 784 എന്ന് പറഞ്ഞാൽ ഈ POCയും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 784 മുകളിൽ നമുക്ക് മുമ്പ് വന്ന FA പോയിൻ്റായ 22,845 ഒരു റിവേഴ്സൽ വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നാളെ നോക്കേണ്ടത് ഈ 620 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 620 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം
ഈ 556 സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് മുകളിൽ നിൽക്കുന്നതൊക്കെക്കാളും ഈ 620 ടെസ്റ്റ് ചെയ്യാനും, ഈ 620 മുകളിലാണെങ്കിൽ 710, അതിന് മുകളിൽ 785, അതിന് മുകളിൽ 845 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ടാണെങ്കിൽ 530 എന്ന് പറഞ്ഞ ഇന്നലത്തെ ലോ, 530 ഇന്നലത്തെ ലോയായ 530 എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലത്തെ ലോയ്ക്ക് താഴെ അവൻ ഏത് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്? 470 466 എന്ന് പറഞ്ഞാൽ ഈ HVN സോണും, അതിന് താഴെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ എക്സ്പയറി ഡേയിൽ POC ആയ 410 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 410 താഴെ ഇവഞ്ച്വലി പറയുകയാണെങ്കിൽ ഈ FA പോയിൻ്റായ 22,316 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ആ ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. എത്രയ്ക്കാണ് താഴോട്ട് ലെവൽ? എത്രയാണ്? 530 താഴെ നിൽക്കുന്നിടത്തോളം കാലം 467, അതിന് താഴെ 410, അതിന് താഴെ 316 എന്ന് പറഞ്ഞ ലെവലും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് നമ്മളെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചാലല്ലേ നമ്മളെ സംബന്ധിച്ച് അത് പ്രയോജനം കിട്ടുള്ളൂ. സോ ആസ് എ ട്രേഡർ നമുക്കിതൊന്നും മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ഓൺ ചാർട്ടിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, പുതിയ ഫ്രഷ് ആയിട്ട് നമുക്ക് വരച്ച് വെച്ച് നിങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടെ ഈസി ആയിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ വരച്ച് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഓർത്തോളുക. അത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആക്കി. മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു ബേസ് ഫോർമേഷൻ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റും. സോ നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ നോക്കേണ്ടത് ഇന്നലത്തെ POC എത്രയാണ്? 620 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ഓക്കെ ഇന്നലത്തെ POCക്ക് മുകളിൽ അത്, പിന്നെ അതിന് താഴെ നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 22,556 എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് താഴെ നമുക്ക് 530 എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ്. ഓക്കെ 530 താഴെ വരുമ്പോൾ 460, നമ്മളെ സംബന്ധിച്ച് 466 അടുത്ത വരണ നമ്മളെ സപ്പോർട്ട്. അതിന് താഴെ 410, അത് എന്നത്തെ POC ആണ്? കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ POC. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം, നമുക്ക് ആവശ്യം വരും. ആ POC ആണ്. ആ POCയുടെ കളർ ഞാൻ ഇതാക്കാൻ പോവുകയാണ്. അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം 316 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ, അതായത് അത് നമുക്ക് അടുത്തൊരു FA പോയിൻ്റ് സപ്പോർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സപ്പോർട്ട് വരുന്നത്. ഇനി മുകളിലോട്ട് 620 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവ ഏതുവരെ പോകാം? 710, അതൊരു POC ആണ്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. 710 എന്ന് പറഞ്ഞാൽ ആ ഒരു POC നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു POC ആണ്. അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 785 എന്ന് പറഞ്ഞാൽ അടുത്ത POC. 785 എന്ന് പറഞ്ഞാൽ അടുത്ത POC നമുക്ക് ടെസ്റ്റ് ചെയ്യാം ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ അതിന് മുകളിൽ നമ്മളെ സംബന്ധിച്ച് 845 എന്ന് പറഞ്ഞാൽ മുമ്പ് വന്ന FA പോയിൻ്റാണ്. അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. ആ FA പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ FA പോയിന്റ് നമുക്കൊരു കാര്യം ചെയ്യാം, നീല കളർ കൊടുക്കാം. ഈ FA പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നീല കളർ കിട്ടും. അപ്പോൾ നമ്മുടെ കളർ സൈക്കിൾ മാറുകയാണ്. FAക്ക് നീലയും ഈ POCക്ക് നമ്മളെ സംബന്ധിച്ച് POCയുടെ കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ കളറാണ് POCയുടെ കളർ. അപ്പോൾ POCയുടെ കളർ മജന്തയും സപ്പോർട്ട് പച്ചയും റെസിസ്റ്റൻസ് വരുന്ന ബ്ലാക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ മുകളിൽ POC ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് മഞ്ഞ കളർ വെച്ചത്. ഈ മുകളിൽ 845 FA ഉണ്ട്, 318 FA ഈ താഴെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിൻ്റെ വ്യൂ. ഇനി നമുക്ക് പോവേണ്ടത് നിഫ്റ്റിയുടെ ഒരു വീക്കിലി വ്യൂവിലേക്ക് നമുക്ക് പോകണം. വീക്കിലി വ്യൂ പോയാലേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ വീക്കിലി എങ്ങനെ പെർഫോം ചെയ്ത് നമുക്ക് മനസ്സിലാവണം. സോ നിഫ്റ്റിയുടെ വീക്കിലി വ്യൂ എടുക്കുന്ന സമയത്ത് നിഫ്റ്റി സംഭവിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് നിഫ്റ്റിയുടെ വീക്കിലി സംഭവിച്ചത്. നിഫ്റ്റിയുടെ വീക്കിലി എന്താണ്? നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് അവൻ സംഭവിച്ചത്. കാരണം എന്താണ് അവൻ അങ്ങനെ വരാൻ കാരണം? നോർമൽ വേരിയേഷൻ അപ്പ് ഡേ എന്ന് പറയുമ്പോൾ നിഫ്റ്റി ഈ 22 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏകദേശം അതായത് അവിടെ നിന്ന് കയറി ഏകദേശം 710 വരെ വന്നില്ല. അപ്പോൾ സോ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് നിഫ്റ്റിയുടെ വീക്കിലി വന്നിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വീക്കിലി പ്രൊഫൈൽ പ്രകാരം വീക്കിലിയുടെ POC വന്നിരിക്കണം 22,380 എന്ന് പറഞ്ഞാൽ ഈ ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ POC വന്നിരിക്കുന്നത് ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ കൂടെ നോർമൽ വേരിയേഷൻ അപ്പാണ് പ്രൊഫൈൽ. അതുകൂടാതെ POC ഫോം ചെയ്തിരിക്കുന്നത് 22,390 ആണ്. സോ നമ്മളെ സംബന്ധിച്ച് വീക്കിലി വ്യൂ നോക്കുന്ന സമയത്ത് ഈ 560 എന്ന് പറഞ്ഞാൽ ഈ ഒരു പഴയൊരു POCയുടെ താഴെ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഈ 500ഉം
അതിന് താഴെ ഈ 465, അതിന് താഴെ ഈ 410, ഇതിന് താഴെ ഈ പി ഒ സി എന്ന് പറഞ്ഞാൽ വെർജിൻ പി ഒ സി 391, 22 391 ഭയങ്കര സപ്പോർട്ടായിട്ട് വീക്കിലിയിൽ ബാധിക്കുക. ഈ 22 391 താഴെ മാത്രമേ നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. സോ നിഫ്റ്റിയുടെ വീക്കിൽ നോക്കുകയാണെങ്കിൽ അതൊരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. അത് കൂടാതെ ഈ 560 എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സിയുടെ മുകളിൽ അവൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പി ഒ സിയുടെ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ പ്രീവിയസ് ഡേയുടെ പി ഒ സി ആയ വെർജിൻ പി ഒ സി ആയ കഴിഞ്ഞ, അതായത് 7th ഏപ്രിൽ ആ സമയത്ത് വന്ന പി ഒ സി ആയ 22,751 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 560, 620 എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ഏരിയയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് കാരണം ഇവ ഏതുവരെ പോകാൻ പറ്റും? ഏകദേശം 22,750 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് പോകാനും ഈ 751 മുകളിൽ നമ്മളെ സംബന്ധിച്ച് ഈ 845 എന്ന ലെവലും വരാൻ ചാൻസുണ്ട്. 845 ലെവലിൽ നമുക്ക് പുതിയ സ്കൈ ഈസ് ഹൈ എന്ന രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതൊരു നിഫ്റ്റിയുടെ വീക്കിലി വ്യൂ ആണ്. നിഫ്റ്റി വീക്കിലി ഗുഡാണ്, ഒരു ഓൾമോസ്റ്റ് നല്ല ഗുഡായിട്ട് ക്ലോസ് ചെയ്തു. നമ്മൾ പഴയ പ്രീവിയസ് സപ്പോർട്ടിൻ്റെ ഒരു ബാലൻസ്ഡ് പ്രൊഫൈലിൻ്റെ ആ ഒരു പി ഒ സിയുടെ ഭാഗത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗുഡാണ്. നമ്മളെ സംബന്ധിച്ച് 620 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവ ഏതുവരെ വരാൻ ചാൻസ് ഉണ്ട്? 753 എന്ന് പറഞ്ഞാൽ വീക്കിലി പി ഒ സി, ഈ ദിവസം 7 ഏപ്രിലിലെ പി ഒ സി ആയ 751 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെയാണ് നമുക്ക് നോക്കണം. ബാങ്ക് നിഫ്റ്റിയുടെ ആശാൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ റിസൾട്ട് വളരെയധികം ബാധിച്ചതുകൊണ്ട്, പ്രത്യേകിച്ച് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്ന ദിവസം നമുക്ക് ഓൾമോസ്റ്റ് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു, ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു. ഇന്നലെ ആ പി ഒ സിയുടെ ഭാഗത്ത് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ വ്യാഴാഴ്ച വന്ന പി ഒ സിയുടെ ഭാഗത്ത് തന്നെയാണ് സപ്പോർട്ട് എടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ പി ഒ സി 48,369 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ 48,200 എന്ന് പറഞ്ഞ ഈ പി ഒ സിയും അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ 48,012 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയും ടെസ്റ്റ് ചെയ്യുക. ഈ 48,000 താഴെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു സെല്ലിംഗ് വരാനും ആ സെല്ലിങ് ഈ 47,820 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം വന്നത് ICICI ബാങ്ക് റിസൾട്ട് നല്ല റിസൾട്ട് ആയതുകൊണ്ട് നാളെ അവൻ ഇന്നലത്തെ പി ഒ സി ആയ 556 മുകളിൽ ഓപ്പൺ ചെയ്യണമെന്ന് നോക്കണം. ഇതിന് മുകളിൽ അവൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവനെ സംബന്ധിച്ച് ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. എത്രയാണ്? ഈ 48,744. അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ പി ഒ സി ആയ 48,975 അതിന് മുകളിൽ സ്കൈ എന്ന രീതിയിലുള്ള 49,116 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി ICICI ബാങ്കിൻ്റെ ഒരു വ്യൂ ഉള്ളത് കൊണ്ട് 49,000 മുകളിൽ വേറെ ഒരു റേഞ്ചില്ലാതെ നമുക്ക് വീക്കിലി വ്യൂ എടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളത് ഓർത്തോളുക. 48,556 എന്ന് പറഞ്ഞാൽ ഈ ലെവലിന് മുകളിൽ നാളെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 48,743 എന്ന് പറഞ്ഞ ഈ പി ഒ സിയും അതിന് മുകളിൽ ഈ 48,975 അതിന് മുകളിൽ 49,116 എന്ന് പറഞ്ഞാൽ പഴയ ഒരു പെൻഡിങ് ടാർഗറ്റ് എനിക്കുണ്ട്. ഈ ഒരു ടാർഗറ്റിലേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. ഇനി താഴോട്ടാണെങ്കിൽ 48,368 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പി ഒ സി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ നിൽക്കുമ്പോൾ 48,200 അതിന് താഴെ 48,000 വരും. 48,000 താഴെ നമുക്ക് ഏതുവരെ പോകാം? 47,820 18 എന്നാണ് ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നാളെ മാർക്കറ്റ് ICICI ബാങ്കിൻ്റെ ഓപ്പണിംഗ് അനുസരിച്ച് മാത്രമേ മാർക്കറ്റ് പോവുള്ളൂ. പക്ഷേ ഇതുവരെ വന്ന റിസൾട്ട് പ്രകാരം ബാങ്ക് നിഫ്റ്റി വിൽ ഡു എ ഗുഡ് ഗാപ്പ് ആണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമുക്ക് നാളെ വരുമോ ഇല്ലയോ നോക്കിക്കൊണ്ട് പോവാം. എല്ലാവർക്കും ഈ വീക്ക്ലി അനാലിസിസും ഡെയിലി അനാലിസിസും വീഡിയോസ് കാണുക. നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ ഇതിനെക്കുറിച്ച് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക. മാർക്കറ്റ് പ്രൊഫൈൽസിൻ്റെ ക്ലാസ്സുകളെക്കുറിച്ചും ബാക്കിയുള്ള നമ്മുടെ ലൈവ് മെൻറ്റർഷിപ്പിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പറഞ്ഞു തരാം. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ സീരീസിലുള്ള പോഡ്കാസ്റ്റിലുള്ള 9ാമത്തെ വീഡിയോ ഇന്നത്തെ വന്നിട്ടുണ്ട്. നിങ്ങളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ജേർണി കുറച്ചും കൂടെ ഈസിയാക്കി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഏവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വീക്കിലി അനാലിസിൻ്റെയും ഡെയിലി അനാലിസിൻ്റെ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.